ആട് 3യുടെ ബോക്സ് ഓഫീസ് റൺ വലിയൊരു ആശ്ചര്യമാണ് ഏവർക്കും. കാരണം ആദ്യ 4 ദിവസം കൊണ്ട് ഏതാണ്ട് 83 കോടിയോളം രൂപയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വീക്കെൻഡ് കളക്ഷനിൽ എമ്പുരാന് മാത്രം പിറകിലായിട്ടാണ് ആട് 3 നിൽക്കുന്നത്. അതിനാൽ തന്നെ ആട് 3ക്ക് വമ്പൻ ഒരു ഫൈനൽ കളക്ഷൻ ആണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. ഒരു പക്ഷേ 200 കോടിക്ക് മുകളിലേക്ക് തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ പോകുമെന്നാണ് ഏവരും ഉറപ്പിച്ചതും. കാരണം വെക്കേഷൻ സീസൺ ആണ് വരാനിരിക്കുന്നത്. ഗംഭീര തുടക്കം ബോക്സ് ഓഫീസിൽ ലഭിച്ചു. GCCയിലാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും UAEയിലൊക്കെ ഗംഭീര കളക്ഷൻ ആയിരുന്നു. മാത്രവുമല്ല ഓവർസീസിലെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഗംഭീര കളക്ഷനുമായി ചിത്രം മുന്നേറുന്നു. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. ആദ്യ ദിവസം കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിലും പിന്നീട് അങ്ങോട്ടൊക്കെ വമ്പൻ കളക്ഷൻ അടിച്ചുകൊണ്ട് ചിത്രം മുന്നേറുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ കളക്ഷനിലേക്ക് പോകുമെന്ന് എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ആ പ്രതീക്ഷയ്ക്കൊക്കെ വിപരീതമായിട്ടാണ് ആദ്യ വർക്കിംഗ് ഡേയിൽ ആട് 3യുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് പോയത്. വെറും 6 കോടിക്ക് മുകളിൽ മാത്രമാണ് ആദ്യ തിങ്കളാഴ്ച ആട് 3 ബോക്സ് ഓഫീസിൽ നേടിയത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം കളക്ഷൻ താഴേക്ക് വരികയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 10 ദിവസം കൊണ്ട് ചിത്രം 107 കോടിയോളം മാത്രമാണ് നേടിയത്. ഏതാണ്ട് 2 വീക്കെൻഡ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും 110 കോടിക്ക് മുകളിൽ ചിത്രത്തിന് കളക്ഷൻ വരികയും ചെയ്യും. ഏതായാലും ഒരു ഫൈനൽ കളക്ഷൻ 120 കോടിയോളം എത്തി നിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ചിത്രത്തിന് ഈ ഒരു കളക്ഷൻ ആയിരുന്നില്ല എല്ലാവരും പ്രതീക്ഷിച്ചത്. കാരണം ആദ്യ 4 ദിവസം കൊണ്ട് വമ്പൻ കളക്ഷൻ നേടിയ ഒരു സിനിമ പിന്നീട് ഇങ്ങനെ കൂപ്പുകുത്തുമെന്ന് കരുതിയില്ല. ചിത്രത്തിന് ലഭിച്ച സമ്മിശ്ര പ്രതികരണം തന്നെയാണ് ഇങ്ങനെ ബോക്സ് ഓഫീസിൽ ഡൗൺ ആവാനുള്ള കാരണം. ഏതായാലും ആട് ഫ്രാഞ്ചൈസിനോടുള്ള ആളുകളുടെ താല്പര്യം ഇതിന് വമ്പൻ കളക്ഷൻ ഇനീഷ്യൽ വീക്കെൻഡിൽ നേടിക്കൊടുത്തു എന്നുള്ളതാണ് ഒരു സത്യം. ചിത്രം കണ്ട പ്രേക്ഷകരിൽ വലിയ വിഭാഗം ആളുകൾക്കും അത്ര താല്പര്യമായിരുന്നില്ല സിനിമ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു പ്രതികരണമാണ് ആദ്യ വർക്കിംഗ് ഡേ ബോക്സ് ഓഫീസിൽ റിഫ്ലക്ട് ആയത് എന്ന് പറയാം. ആട് 3ക്ക് ഒരു 2ാം ഭാഗമുണ്ട്. അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഏതായാലും വലിയ പ്രതീക്ഷയിൽ തിയേറ്ററിലെത്തിയ ഈ ഒരു ചിത്രം 100 കോടി നേടി എന്നുള്ളത് തന്നെ വലിയ ആശ്വാസമാണ്. 200 കോടിക്ക് മുകളിലൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ആട് 3. ഏതായാലും ജയസൂര്യയുടെയും ഫ്രൈഡേ ഫിലിം ഹൗസിന്റെയും കരിയറിലെ ആദ്യത്തെ 100 കോടി ചിത്രമായി മാറാൻ ആട് 3ക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെ. ഈ ഫ്രാഞ്ചൈസിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായും ആട് 3 മാറി എന്നുള്ളതാണ്.